എല്ലാവർക്കും പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. വലിയൊരു മരത്തിൻ്റെ ചുവടാണെന്ന് മനസ്സിലായല്ലോ. അപ്പോഴേ ഏകദേശം വീഡിയോയുടെ ചെറിയൊരു രൂപം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വ്യക്തമായി വീഡിയോയിലേക്ക് പോകാം. ധാരാളം മാങ്ങകൾ നിൽക്കുന്ന കണ്ടല്ലോ. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ, ഒരു മാവിൻ ചുവടാണ് നേരത്തെ കാണിച്ചത്. ഒരു 3-4 തലമുറ കഴിഞ്ഞ മാവാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാവിന് ഇത്രയും വലിപ്പമുള്ളത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മാവിലെ മാങ്ങകൾക്കൊന്നും സാധാരണഗതിയിൽ വരുന്ന കേടുകളോ യാതൊരുവിധ കീടങ്ങളോ അതിനെ ബാധിച്ചിട്ടില്ല. 1000 മാങ്ങയുണ്ടായാൽ അതിലൊരു 10 കേടാകും. അതുപോലെ തന്നെ ഒരു 10 രൂപ നമുക്ക് ഇതിലും കേടാകാറുള്ളൂ. അല്ലാതെ ഒരുപാട് മാങ്ങയൊന്നും ഈ മാവിൽ കേടാകാറില്ല. ഇത് നല്ല പുളിയുള്ള മാവാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ പുളിച്ചി മാവെന്നാണ് പറയുന്നത്. ഇതിന് പുളി കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, കീടങ്ങൾ അധികം ആക്രമിക്കാറില്ല. ഒരുപാട് പുളിയുള്ളത് കൊണ്ട് തന്നെ പക്ഷികളും അധികം ഇതിനെ ആക്രമിക്കാറുമില്ല. നമുക്ക് കുറച്ച് മാങ്ങ പറിച്ചെടുക്കാം. പറിച്ചെടുത്ത മാങ്ങയെല്ലാം കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മാങ്ങയാണെങ്കിൽ ഒരു തവണ നന്നായി കഴുകുക. നന്നായി കഴുകിയ ശേഷം ഈ മാങ്ങ ഇതിൻ്റെ ചെറിയൊരു തണ്ട് കളഞ്ഞ ശേഷം നന്നായി തൊലി ചെത്തി കളയുക. തൊലിയോടുകൂടി തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതിനൊരല്പം പുളി കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാങ്ങയുടെ തൊലിയും ഇച്ചിരി കട്ടി കൂടുതലാണ്. മാങ്ങകളിലെ കേമനായ വെള്ളരി മാങ്ങ പോലെ നമുക്കിതിനെ പച്ചയ്ക്ക് തിന്നാനൊന്നും പറ്റില്ല. കാരണം ഇത് ഒരുപാട് പുളിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മടുപ്പ് തോന്നും. പക്ഷേ ഈ പുളിച്ചി മാങ്ങ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഈ പുളിച്ചി മാങ്ങ നമുക്ക് പുളിക്ക് തുല്യമായി തന്നെ ഉപയോഗിക്കാം. ഈ മാമ്പഴക്കാലത്ത് തന്നെ ഇങ്ങനെ കിട്ടുന്ന പുളിച്ചി മാങ്ങയെല്ലാം നന്നായി എടുത്ത ശേഷം കട്ട് ചെയ്ത് അതിനെ നല്ല വൃത്തിക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക. വലിയ രീതിയിൽ എത്രമാത്രം ചെറുതാക്കാൻ പറ്റും അത്രമാത്രം ചെറിയ രീതിയിൽ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കാവുന്നതാണ്. അങ്ങനെ തിളപ്പിച്ച് നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞ ശേഷം വളരെ വേഗം ഉപ്പൊക്കെ ഇട്ട് അച്ചാറാക്കിയെടുക്കാം. അത് അധികം പുളിയൊന്നും കാണില്ല. അത് പുളി കുറഞ്ഞൊരു അച്ചാറുണ്ടാക്കാനും കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം പുളി കൂടുതലായതുകൊണ്ട് പെട്ടെന്നത് കഴിക്കാൻ പ്രയാസമാണ്. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ നമ്മൾ അച്ചാറിടാനല്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇപ്പോഴേ ഡയറക്റ്റായിട്ട് ധാരാളം ഉപ്പുകൾ വിതറിയ ശേഷം ഉപ്പിനെ നന്നായി മാങ്ങയോട് ചേർത്ത് പുരട്ടി വയ്ക്കുക. എത്രമാത്രം മാങ്ങയുണ്ട് അത്രമാത്രം ഉപ്പിട്ട് വിതറി വയ്ക്കുക. കല്ലുപ്പിടുന്നതും പൊടിയുപ്പിടുന്നതും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഈ മാങ്ങയെല്ലാം അതിനുശേഷം വെയിലത്ത് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. വെയിലത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നന്നായി ഇത് വാടുന്നതായിരിക്കും. അതായത് മാങ്ങയിൽ ഉള്ള ജലാംശമെല്ലാം മാറി മാങ്ങ കുറച്ച് ഡ്രൈ ആകുന്നതായിരിക്കും. മാങ്ങ ഉണങ്ങി വരും. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന മാങ്ങ എത്രമാത്രം ഉണക്കിയെടുക്കുന്നോ അത്രമാത്രം മാങ്ങ നന്നായി ഉണങ്ങി വരുമ്പോൾ കേടുകൂടാതെ ഒരുപാട് ദിവസം നമുക്ക് വച്ചിരിക്കാനായി സാധിക്കും. ഇത് വെറും 3 ദിവസത്തെ ഉണക്കാണ് കേട്ടോ. ഈ ഉണക്കിൽ അത്രമാത്രം ഉണങ്ങിയിട്ടില്ല, പക്ഷേ എന്നാലും ചെറുതായി ഒന്ന് വാടിക്കഴിഞ്ഞു. ഇങ്ങനെ വാടിയിരിക്കുന്ന മാങ്ങ നമ്മളൊന്ന് എടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയും കുറച്ച് ദിവസം കൂടി ഈ മാങ്ങ നന്നായി ഉണക്കിയ ശേഷം ചില്ല് ബോട്ടിൽ ഇത് നന്നായി അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതാണ്.